മതിയാ മൂത്തല്ല മൂത്തു നല്ലോണം മൂത്തു അതുകൊണ്ടല്ലേ പൊളിച്ചിനി നിങ്ങൾ പൊട്ടിയ കാല പൊട്ടിയ ഇനി വളരൊന്നുമില്ല അല്ലേ ഇനി വളരില്ല പൊളിച്ചാൽ പിന്നെ വളരുക കത്ത് കൊത്തി താക്കല്ലേ പഴുതിക്കന്നെ കൊത്തി താക്കേ പഴുതിക്കന്നെ ഒഴിച്ച് താക്ക വെച്ചാ കണ്ടോണ്ടല്ല ഹലോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ നേന്ത്രക്കായ നല്ലോണം മൂത്തിന് അപ്പൊ 2 കായ പേർത്തിട്ടുമുണ്ട് അപ്പൊ ഇത് നമ്മുടെ ചിപ്സ് ആക്കാ ഒരു അടിപൊളി നമുക്ക് ചിപ്സ് ആക്കിയിട്ട് നമ്മളെ പിള്ളേർക്ക് കൊടുക്കാം കായ ചിപ്സ് ആദ്യം തൊലിയെല്ലാം കളയട്ടെ തോലെല്ലാം കളയട്ടെ നല്ല വെയിറ്റ് ഉണ്ട് മൂത്തിനല്ലേ മതിയല്ലേ സാർ ബാക്കി നോക്കിയെടുക്കാം അല്ലേ നോക്കിയെടുക്കാം അത് കായൊന്ന് ചിക്കി ഇടാം അല്ലേ സാ നല്ല മൂപ്പാ ഇന്നലെ സാ നല്ല മൂപ്പാണ് അടിപൊളി മൂപ്പാണ് അച്ഛ കണ്ടിട്ട് അങ്ങനെ എല്ലാം പോയിട്ട് പോയിട്ടെ കായ്ക്കൂട്ടം അപ്പൊ ഞാനും വന്നിരുന്നിട്ടുണ്ടേ 2 സൈഡും അച്ഛാ ഞാനും വേണ്ട നല്ല ശുദ്ധമായ ഉപ്പേരി നല്ല സാ പുറത്തുനിന്നാകുമ്പോ ഇത് എണ്ണ ഇട്ട എണ്ണയിൽ തന്നെ ആയിരിക്കും ചിലപ്പോ ആക്കി തരുന്നു അല്ലേ ഇത് കിൻഡൽ പായാണ് കിൻഡൽ പായ കിൻഡൽ പായാണ് ഇത് നമ്മളെ ഗോപിയേട്ടൻ പിന്നെ അന്നേരം വാങ്ങി തന്നേച്ചാ നമ്മൾ നെല്ലോട്ടുള്ള ഗോപിയേട്ടനില്ലേ ഞാൻ വിളിക്കാൻ ചന്തപ്പക്ക് പോകുന്നത് ഗോപിയേട്ടൻ ചന്തപ്പക്കാട നമ്മളെ കൃഷിഭവന്റെ ആടാ അന്ന് പറഞ്ഞു വേണം നീക്ക് ഞാൻ ഒരു 5 കന്ന് വാങ്ങിത്തരാൻ ഓരോക്കെ നീതി വെച്ച കളസ് ഉണ്ടായി 5 കന്ന് അനക്കും വാങ്ങി ബാക്കി അടലിനും വെച്ചിട്ട് 1 മാത്രമേ ചേച്ചിട്ടു ഗോപിയാട്ടൻ തന്ന കായാണ് ഗോപിയാട്ടൻ ഗോപിയാട്ടൻ കൊടുക്കണേ ഗോപിയാട്ടൻ വന്നാ ഗോപിയാട്ടൻ വന്നാ കൊടുക്കല്ലേ ഗോപിയാട്ടൻ ചിലപ്പം കാണും ഗോപിയേട്ടൻ നമ്മളെ വീഡിയോ കാണലുണ്ടേ ഗോപിയേട്ടനും പത്മാവതി ചേച്ചിയും കാണലുണ്ട് എന്നോട് പറഞ്ഞു എടുക്കാല് നമ്മ കാണലുണ്ട് അപ്പൊ നമ്മുടെ കായയുടെ തോലെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇത് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അല്ലേ അച്ഛാ കറവ് പോകാൻ വേണ്ടിട്ട് അല്ലേ ഇനി അധികം കൂടെ മുറിക്കും അല്ലാണ്ട് ഇലയാ ഒരു ഇല മുറിക്കാൻ മതി മുറിച്ചിട്ട് വാ നീ മടിച്ചിരിക്കല്ല എല്ലാം
എന്തിനാ എല്ലാച്ചാ അല്ല അച്ഛൻ പറഞ്ഞു തരും. ഇന്നത്തെ ചിപ്സ് അച്ഛനാണ് സംവിധാനം. ഇപ്പൊ എല്ലാം കഴുകി റെഡി ആക്കിയിട്ടുണ്ട്. അല്ല സാ കഴുകിയായില്ലേ? നഷു ഉറങ്ങിയാന്ന് വെച്ച് വന്നിരുന്നത് അല്ലേ? നഷു ഉറക്കച്ചടവിലായില്ലേ? അച്ഛനാടെ ഇരിക്കുന്നുണ്ട്. നവല് പനിയുണ്ടായിനി, അതുകൊണ്ട് കളിക്കാൻ പോയിട്ട. ആയി അല്ലേ? പൊട്ടിച്ചോ? ബിസ്ക്കറ്റാ, ബേക്കറി ബിസ്ക്കറ്റാണ്. പൊട്ടിച്ചു കൊടുക്കടാ അച്ചാച്ചന്. അപ്പൊ അച്ചാച്ചനും നവലും അമ്മാമ്മയും കൂടി ബിസ്ക്കറ്റ് തിന്നുന്നുണ്ട്. അടുക്ക പൊട്ടിക്കടാ, കിട്ടുന്നില്ലേ? അതാ ആ രസമുണ്ടാ? രസമുണ്ടാ സാ? ബേക്കറി ബിസ്ക്കറ്റാണ്. അമ്മ ഈലാക്കുന്ന ഉരുളിയില്. അപ്പൊ ഉരുളി ലതയുടെ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നേന്ത്രക്കായയുടെ മുറിച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലത അന്നങ്ങനെ നമ്മുടെ വിറെല്ലാം പൊട്ടിക്കുന്നുണ്ട്. ഇത് വേഗം അടുപ്പ് കത്തിക്ക്. ബിസ്ക്കറ്റ് ഇതാ എന്നാ ഒരു വർഷം തിന്നറാ. എന്നാ വായിലിട്ട് അങ്ങ് ഇട്ടേരാ. വായിലിട്ടാൻ പറ്റൂലല്ലോ. എന്താണ് ഇതാ എന്നാ ഇങ്ങനാ വായിലിട്ട് കൊടുക്കാൻ പറയുമ്പോ നോക്ക്, വായിലിട്ട ഭയങ്കര നാണക്കേട്. കത്തിക്കട്ടെ. അപ്പൊ നമ്മൾ തീ പിടിച്ചിട്ടുണ്ടേ. ഉള്ളി വെച്ച് കൊടുക്കുക. ചൂടാവട്ടെ. വേഗം കൊടുക്ക് വെളിച്ചെണ്ണ. ഉള്ളി ചൂടായ പൊട്ടിപ്പോ വെളിച്ചാ. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക. പാട് വെളിച്ചെണ്ണ പോണ സാ. നല്ല ഒഴിച്ച വെളിച്ചെണ്ണ വെച്ചാ പൊട്ടത് പച്ചാളാ. ഇല്ല അച്ഛ കോരാനല്ലേ? അപ്പൊ അച്ഛനെ ഉദ്ഘാടനം നോക്കാന്ന് വെച്ചാ വെളിച്ചെണ്ണ തെറിക്കല്ലേ? ചൂടായിട്ടേ ഇങ്ങോട്ടിട്. മതിയാ അച്ഛാ? മതിയാ? മതിയില്ലേ? അതെയാ?
വേറെ വേറെ ആവുമ്പോ ഉപ്പും വെള്ളം കൊടയുണ്ട് ആയിട്ടേ കുറച്ചും കൂടി ഉണ്ടാവാൻ ആ ചെറുമുറി ഉണ്ടേ എന്നാ കൊടഞ്ഞോന്നല്ലേ നല്ല പിടിക്കൂല ഉപ്പും വെള്ളം. ഇനി നമ്മുടെ ഉപ്പും മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയാ ഇതിലൊക്കെ കൊടയാ. അയ്യോ അപ്പൊ കുറച്ചും കൂടി ആക്കാനുണ്ട് അത്രേ, കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ടേ, കുറെ ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ചിപ്സാണ്. ഇത് നല്ലൊരു ബാണിയിൽ ഇട്ട് വെക്കണം, വൈകുന്നേരം ചായക്ക് എടുക്കാം. തിന്നോണ്ട് ഉപ്പു കരണ്ട് പറ്റില്ല, കരണ്ട് ഇപ്പൊ ഇല്ല ഇടാം. നമ്മളിത് ആക്കട്ടെ. ഓക്കെ.